മംഗൽപാടി മീഞ്ച ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ദേരമ്പള കോൺക്രീറ്റ് പാലം തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനർനിർമ്മാണ നടപടികൾ ആരംഭിക്കാത്തത് പ്രദേശവാസികളിൽ കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു. പുനർനിർമ്മാണ നടപടികൾ ആരംഭിക്കാത്തത് ജനങ്ങളോടുള്ള കടുത്ത അനീതിയാണെന്ന് BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പറഞ്ഞു. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. മീഞ്ച പഞ്ചായത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിവസേന ഈ പാലം ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. പാലം പ്രവർത്തനരഹിതമായതിനാൽ വെറും 600 മീറ്റർ ദൂരെയുള്ള ബസ് സ്റ്റോപ്പിലെത്താൻ പോലും കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലം മുറിച്ചു കടക്കുന്നതിനിടെ സുഷ്മിത എന്ന യുവതി വെള്ളത്തിൽ വീണ് ഒഴുക്കിൽപ്പെട്ടിരുന്നു. പ്രദേശവാസിയായ ഉദയ് ഷെട്ടി സ്വന്തം ജീവൻ പണയം വെച്ചാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽ യുവതിയുടെ ബാഗിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകൾ, മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള വിലപ്പെട്ട രേഖകളും ഉപകരണങ്ങളും ഒഴുക്കിൽപ്പെട്ട് നഷ്ടമായി. ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ദേരമ്പള പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയതായി ML അശ്വിനി അറിയിച്ചു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും മുൻനിർത്തി ജില്ലാ ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മീഞ്ച പഞ്ചായത്തിന്റെ ദേരമ്പള എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിലാണ്. ഈ ദേരമ്പള ബ്രിഡ്ജ് പൈവളിക്കൽ പഞ്ചായത്തും മംഗൽപാടി പഞ്ചായത്തും പിന്നെ മീഞ്ച പഞ്ചായത്തും കണക്ട് ആവുന്ന ഒരു ബ്രിഡ്ജാണ്. അപ്പൊ ഇത് 4 വർഷം മുമ്പ് ഈ ബ്രിഡ്ജ് വീണതാണ്. അപ്പൊ അതിന്റെ മുമ്പാകെ തന്നെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, MLA ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യങ്ങളും പോലും ആ 4 വർഷം മുതലും ഇന്ന് വരെ ഒന്നും കാര്യം നടന്നിട്ടില്ല. പിന്നെ ജനങ്ങൾ, ഇവിടുത്തെ നാട്ടുകാരാണ് ഇവിടെ ഒരു പാലം, ഈ കൗങ്ക് വെച്ചുകൊണ്ട് ഈ പാലം അങ്ങോട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു പാലം വെച്ചു. അപ്പൊ അത് എത്ര ഡേഞ്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, ഇവിടെ മഴ നല്ല ഒരു റെയിൻഫോൾ വന്നു കഴിഞ്ഞെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിന്റെ ഹൈ അത്രക്കാണ് വോള്യൂം വരുന്നത്. അപ്പൊ ഇന്നലെ ഇതേ സ്ഥലത്ത് ഒരു കുട്ടി അദ്ദേഹത്തിന്റെ സിസ്റ്റർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കോളേജിന് വരുന്ന കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തിന് അങ്ങോട്ട് പോയിട്ട് വരുന്ന സന്ദർഭത്തിലാണ് ആ കുട്ടിക്ക് വെള്ളത്തിന്റെ ഈ ഫോഴ്സ് നോക്കിയിട്ടായിട്ട് തലകറങ്ങിനായിട്ട് ആ പെണ്ണുങ്ങൾ താഴേക്ക് വീണുപോയി. അപ്പൊ ആ സന്ദർഭത്തിൽ ഇവിടെ ഈ വെള്ളം നോക്കാൻ വന്നിട്ടുണ്ടായ ഉദയ് കുമാർ ഷെട്ടി എന്ന് പറയുന്ന ഒരു ആണുങ്ങൾ അപ്പൊ തന്നെ ആ വെള്ളത്തിന് ചാടി അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജീവൻ ഡേഞ്ചേഴ്സ് ആയിട്ടുള്ള സ്ഥിതിയിലാണ് ഇവിടെ എപ്പോഴും ഡെയിലി ഒരു 50 അധിക സ്റ്റുഡൻസുകളാണ് ഈ ഭാഗത്തിന് കടന്നുകൊണ്ട് ആ ഭാഗത്ത് പോകുന്നത്. എത്രയോ സ്ത്രീമാരും പുരുഷന്മാരും ജോലിക്ക് വേണ്ടിയിട്ട് ഈ ഭാഗത്തിന് മറ്റേ ഭാഗത്ത് പോകുന്നതും, അതേപോലെ എത്രയോ വയസ്സന്മാരായിട്ടുള്ള ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ ഈ ജീവിതത്തിന് ബലയില്ലേ? അപ്പൊ എന്താണ് ഈ ജനപ്രതിനിധികൾ ചെയ്യുന്നത്? ജനപ്രതിനിധികൾ ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ വെറും വീഡിയോസ് ഉണ്ടാക്കും, അതേപോലെ ഇത് ചെയ്യുമെന്ന് വാഗ്ദാനം കൊടുത്തിട്ട് പോകും. ജയിച്ച ശേഷം ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കാത്ത ജനപ്രതിനിധികളാണ് ഇവിടുത്തെ MLA പിന്നെ MP മാർ. അപ്പോൾ ഈ MLA ഫണ്ടിലും പിന്നെ MP ഫണ്ടിലാണ് ഇത് ആക്ച്വലി വരേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സംഭവം നടന്നിട്ടും പോലും MLA തിരിഞ്ഞു നോക്കാത്തതെന്ന് നമുക്ക് അതിശയമായിട്ട് പോകുന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ പഞ്ചായത്തിന്റെ ഈ വാർഡിന്റെ മെമ്പറും അതേപോലെ ഈ ബ്ലോക്കിന്റെ മെമ്പറും അതേപോലെ ഇവിടെ ഉള്ള പഞ്ചായത്തിന്റെ നവീന് കൂടി ഞങ്ങൾ 4 ആളും ഡിസ്ട്രിക്ട് കളക്ടറെ കണ്ടിട്ടായിട്ട് ഈ വിഷയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. എത്രയോ പെട്ടെന്ന് ഇതൊരു ഇവിടെ ഒരു നല്ല ആയിട്ടുള്ള ബ്രിഡ്ജ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ എസ്റ്റിമേഷൻ എടുക്കുക, അപ്പോൾ ഏത് ഫണ്ടിലാണ് ഈ ഒരു ബ്രിഡ്ജ് വരാൻ സാധിക്കും എന്ന ഞാൻ നോക്കിക്കൊണ്ട് പിന്നെ കാര്യങ്ങൾ നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്തു കൊടുക്കുക എന്നാണ് ഒരു വിശ്വാസം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ വിശ്വാസം നൽകിയ DC-നോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇത്രയും ആൾക്കാരുടെ ജീവൻ രക്ഷണം നിങ്ങളെ കയ്യിലാണുള്ളത്. അപ്പോൾ എത്രയോ പെട്ടെന്ന് ഇവിടെ ഒരു പാലം വരട്ടെ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നതാണ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജ്യോതി P. റൈ, മീഞ്ച പഞ്ചായത്ത് അംഗം ശാലിനി B. ഷെട്ടി, മുൻ പഞ്ചായത്ത് അംഗം വിനോദ് G, BJP ജില്ലാ കമ്മിറ്റി അംഗം പത്മനാഭ റൈ, മുതിർന്ന പ്രവർത്തകരായ ഉദയ് കുമാർ, രത്നാകർ ഷെട്ടി, സംഗപ്പ ആൽവ, ദേവദാസ് എന്നിവർ MLA അശ്വിനിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.